ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. രോഗങ്ങളുടെ ജീവൻ വീണ്ടും തിരികെ കൊണ്ടുവരാം. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ജീവന്റെ കയ്യിൽ നിന്നും നാഗേന്ദ്ര നീലങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങവേ ജീവൻ പെട്ടെന്ന് പ്രാർത്ഥനയെ തട്ടിമാറ്റി. മാറി നിൽക്കടി അങ്ങോട്ട്. ഈ നാഗമാണിക്യവും ഇന്ദ്രനീലവും എന്റേതാ. നിന്നെയൊക്കെ ഇത്രയും നാൾ പറ്റിച്ച് ഈ ഇന്ദ്രനീലവും നാഗമാണിക്യവും കൈക്കലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടത്. ഇനി ഇത് രണ്ടും എന്റേതാ. ഇത്രയും പറഞ്ഞ് ജീവൻ പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് പ്രാർത്ഥനയും രഘുവും പ്രീതിയും ഞെട്ടി. അയ്യോ ജീവനച്ഛ, അപ്പോ ജീവനച്ഛൻ നമ്മളെ ചതിക്കുമായിരുന്നു ഇത്രയും നാളും. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ഞെട്ടലോടെ നിന്നപ്പോൾ പ്രീതി പറഞ്ഞു, ജീവനച്ഛ, നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളല്ലേ ജീവനച്ഛൻ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യരുത്. അന്നേരം ജീവൻ പറഞ്ഞു, അച്ഛൻ്റെ സ്ഥാനത്തുള്ളവനോ? ഞാനോ? എടി, നിന്റെയൊക്കെ തന്തയും തള്ളയുമായ ഋഷിയെയും പ്രതയെയും കൊന്ന് തള്ളിയത് തന്നെ ഈ ഞാനാണ്, അറിയാമോ? ഇത്രയും പറഞ്ഞ് ജീവൻ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് രഘു പറഞ്ഞു, ചതി. അപ്പോ നമ്മളെ നിങ്ങൾ ചതിച്ചു അല്ലേ? ചതിക്ക് പകരം ചതി തന്നെയാണ്. നിങ്ങൾ നമ്മളെ ചതിച്ചെങ്കിൽ നിങ്ങളെ നമ്മൾ ചതിക്കും. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. അന്നേരം ജീവൻ പറഞ്ഞു, അയ്യോടാ രഘു മോനെ, നീ കരയാതെ. ഈ മത്സ്യകനികയ്ക്കും മത്സ്യനാഗനിക്കും കഴിയാത്തതാണോ നീ ഇനി ചെയ്യാൻ പോകുന്നത്? നിങ്ങളൊക്കെ അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഭസ്മമാകാൻ പോകുന്നവരാ. എന്തായാലും നിങ്ങൾ മരിക്കും മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. എടാ രഘു, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നീ ഇതാ കേട്ടോ. നിന്നെയും നിന്റെ ഭാര്യ പ്രീതിയെയും രണ്ടാക്കിയത് ഈ ഞാനാണ്. നിന്റെ ഫോണിൽ വിളിച്ചതും ദിനേശിനെ പറഞ്ഞയച്ചതും എല്ലാം ഞാനാണ്. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനെന്നോ? നിങ്ങൾ മരിക്കാൻ പോവുകയല്ലേ. അപ്പോ ഇതൊക്കെ ചുമ്മാ അറിഞ്ഞോട്ടെ. അപ്പോ ഞാനിനി നിങ്ങളെ കൊല്ലാൻ പോവുകയാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ജീവൻ തൻ്റെ കയ്യിലുള്ള ഇന്ദ്രനീലവും നാഗമാണിക്യവും ഒരുമിച്ച് വെച്ച് രഘുവിൻ്റെയും പ്രീതിയുടെയും പ്രാർത്ഥനയുടെയും നേരെ വെച്ച് അവരെ നശിപ്പിക്കാനായി നാഗേന്ദ്ര നീലങ്ങളുടെ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ജീവൻ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടും ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അന്നേരം ജീവന്റെ മുഖം ഒന്ന് പതറി. എന്താ ഇത്? എന്തു പറ്റി? അന്നേരം രഘുവും പ്രീതിയും പ്രാർത്ഥനയും ഒരു ഭാഗത്ത് നിന്ന് പൊട്ടിച്ചിരിച്ചു. താൻ എന്താണോ കരുതിയത്? തന്നോട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ചതിക്ക് പകരം ചതിയെന്ന്. താൻ നമ്മളെ ചതിക്കാൻ പ്ലാനിട്ടെങ്കിൽ അതിനൊരു നിമിഷം മുന്നേ തന്നെ നമ്മൾ തന്നെ ചതിച്ചു കഴിഞ്ഞു. താൻ ഞെട്ടണ്ട. ഓരോ സത്യങ്ങളായി ഞാൻ തന്നെ തനിക്ക് പറഞ്ഞു തരാന്നേ. ആദ്യം ഒരു മഹാ സർപ്രൈസ് നമുക്കങ്ങ് പൊട്ടിച്ചാലോ? ഈ മഹാവില്ലന് വേണ്ടി ഇതാ ഒരു മഹാ സർപ്രൈസ്. താൻ ദേ അങ്ങോട്ട് നോക്കിക്കേ. ഇത്രയും പറഞ്ഞ് രഘു തൻ്റെ കൈകൾ ദൂരേക്ക് ചൂണ്ടി. ജീവൻ ദൂരേക്ക് നോക്കിയതും ജീവന് സ്വയം തല കറങ്ങും പോലെ തോന്നി. മെഹക്കും പ്രതയും ഒരുമിച്ച് ദൂരെ നിന്നും നടന്നു വരുന്നു. ജീവൻ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പറഞ്ഞു, ഇവളെങ്ങനെ? ഇനി ഫ്ലാഷ് ബാക്കുകളിലേക്ക്. പ്രത, ഋഷി, രുദ്രൻ ഇവരിൽ ആരൊക്കെ തിരിച്ചു വരും? അന്ന് രാത്രിയിൽ സംഭവിച്ചത് എന്ത്? പ്രൊഫസർ ജീവന്റെ ഈ ബ്രഹ്മാസ്ത്രം അതാരായിരിക്കും? ഇനി ഇവളുടെ വരവാണ്. ആരാണിവൾ? കാത്തിരിക്കാം. മത്സ്യനാഗിനി ഇനി 6 ദിവസങ്ങൾ മാത്രം.